ഹലോ ചങ്ങായിമാരെ, അപ്പം നമ്മൾ കുറേ നാൾ കൂടി അന്വേഷിച്ച് നടന്ന ഒരു ഷാമ്പു ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ചൈനീസ് വീഡിയോയ്ക്കകത്താണ് കേട്ടോ അവരിങ്ങനെ കാട്ടിയെന്ന്. ഇത് ഒരു ചെടിയുടെ ഫ്ലവറാണ് കേട്ടോ. ഇത് ഫ്ലവർ ഉണ്ടായിട്ടില്ല, ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ ഏകദേശം ഒരു വെള്ള ഫ്ലവർ ഉണ്ടാകും. അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു സാധനം ഉണ്ടാവില്ല. പക്ഷേ അതിനകത്ത് ജെല്ല് പോലത്തെ സാധനം ഇല്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഇത് കണ്ടോ, നിറച്ച് ജെല്ല് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഷാമ്പു ആയിട്ടാണ് കേട്ടോ. നമ്മുടെ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ ഉപയോഗിക്കണതൊക്കെ കാണാം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലാണ് സത്യം പറഞ്ഞാൽ ഞാനിത് കണ്ടത്. പിന്നെ നേരത്തെയൊക്കെ ഇങ്ങനെ എല്ലാവരുമൊക്കെ കുളിക്കാനൊക്കെ പോകുമ്പോൾ പണ്ട് ഇതൊക്കെ ഉപയോഗിക്കണമൊക്കെ, പക്ഷെ അന്നത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് പിന്നെ ഞാൻ ഇന്നാട്ടോ അത് കുറേ നാൾ കൂടി കണ്ടത്. അപ്പോൾ നമ്മുടെയൊക്കെ പരിസരത്ത് ഇങ്ങനെ അധികം ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു സീസണിൽ മാത്രമേ തോന്നുന്നു ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ പൂവുണ്ടാകുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കണ്ടു കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ ഞാൻ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറേ അധികം പറിച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഈ പരിസരത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊരു കണ്ടത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും ഞാൻ അതെല്ലാം പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ടുണ്ടല്ലോ, ഇത് ഞാൻ ആദ്യം ഒന്ന് ഞാനിതൊന്ന് പിഴിഞ്ഞതാണ്. അപ്പോൾ ഒന്ന് പിഴിയുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം, എൻ്റെ തലയിൽ ഒരുപാട് മുടിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത്യാവശ്യം അത് മതിയാവും. അപ്പം ഞാൻ അത്യാവശ്യം ഓർണോടെ പിഴിഞ്ഞ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും. അപ്പോൾ 2 എണ്ണം ഞാൻ എടുത്തു കേട്ടോ. എൻ്റെ തലയിൽ അത്ര മതിയാവും. പിന്നെ അത്യാവശ്യം മുടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇച്ചിരി ഒരു 3-4 എണ്ണമൊക്കെ വേണ്ടി വരും. എന്നാൽ അത്യാവശ്യം കുറേ ജെല്ല് കൂടുതലുണ്ടാകത്തുള്ളൂ. ഏകദേശം നമുക്ക് നല്ലൊരു ജെല്ല് മാതിരിയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, അതിന് നല്ല കച്ചോലത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണം ഒന്നിൻ്റെ മണം നിൽക്കത്തില്ല കേട്ടോ. ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു രീതി മാത്രമേ ഉള്ളൂ. പിന്നെ തലമുടി നല്ല സിൽക്കി പോലെ ഇരിക്കും, നല്ല പറന്നിരിക്കും കേട്ടോ. കുറേ ഉള്ളുണ്ടെന്ന് തോന്നിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് നാച്ചുറൽ കണ്ടീഷണറാണല്ലോ, നമുക്ക് പിന്നെ എന്താ പറയുക, യാതൊരു കെമിക്കലൊന്നും തേക്കാത്തതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ തലയിൽ തേക്കാം കേട്ടോ. എന്തായാലും ഞാൻ ധൈര്യപൂർവ്വം തലയിൽ മുഖത്തൊക്കെ വരുത്തിച്ചു കേട്ടോ. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ, നമുക്ക് പൈസ ഒന്നും വാങ്ങിക്കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നാച്ചുറൽ സാധനമല്ലേ, പിന്നെ എന്തുകൊണ്ട് പേടിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ പരിസരത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി, ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. നല്ല തണുപ്പാണ് കേട്ടോ തലയ്ക്ക്. നാച്ചുറൽ ഷാമ്പു ആണ്. ഞാനിത് ചൈനക്കാരുടെ വീഡിയോയിലാണ് കേട്ടോ കണ്ടത്. അപ്പോൾ തുടങ്ങി ഞാനിങ്ങനെ ഈ സാധനം കളക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് അത് സാധിച്ചിട്ട് കണ്ടു കിട്ടിയത്. നമ്മൾ പണ്ടൊക്കെ സ്ലേറ്റ് മായ്ക്കാനായിട്ട് ഉപയോഗിക്കും ഇതിൻ്റെ തണ്ടൊക്കെ. അപ്പം ഒരു പൂവുണ്ടാവും, ഒരു വെള്ളപ്പൂവ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തല വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ കണ്ണിലേക്ക് നെറ്റിയിലേക്ക് പൊടി വന്നോർത്തും ഒരു കുഴപ്പമില്ല കേട്ടോ. ഉണ്ടോ, 2 എണ്ണം പിഴിയണം നമ്മൾ ശരിക്കും. നമുക്ക് നല്ലോണം മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം ഒരു 3 എണ്ണം വേണ്ടി വരുമായിരിക്കും. എനിക്ക് അത്യാവശ്യം മുടി ഇല്ലാത്തത് കൊണ്ട് ഒരു 2 എണ്ണം മതിയാവുമായിരിക്കും. അപ്പം ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞ് നോക്കാം. അപ്പം നിങ്ങളുടെ പരിസരത്തൊക്കെ ഈ സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഉപയോഗിച്ച് നോക്കാം. നല്ലൊരു സ്മെല്ലാണ്. പിന്നെ തല നല്ലോണം പറന്നിരിക്കും. നല്ലൊരു ഷാമ്പു ആണ്. തലമുടി കൊഴിയണതിനൊക്കെ ഉപാധിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും നല്ലൊരു ഷാമ്പു, നല്ലൊരു കണ്ടീഷണറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചത്. നമുക്ക് യാതൊരു ദോഷഫലം ഒന്നുമില്ല കേട്ടോ ഇത് തേച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പരിസരത്തേക്ക് ഈ സാധനം കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. അപ്പം നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ടാറ്റാ.